ഹലോ വെൽക്കം. ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഓസ്റാമിൻ്റെ LED ആണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് 50 വാട്ടാണ് എൻ്റെ ഔട്ട് പറയുന്നത്. H4 LED ആണ്. എൻ്റെ വണ്ടി H4 ആണ് യൂസ് ചെയ്യുന്നത്. 50 വാട്ടാണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഞാനെടുത്തത് 4800 രൂപയ്ക്ക് ആമസോണിൽ നിന്നാണ്. ഇതിനകത്ത് പ്രിൻറ്റഡ് MRP എന്ന് പറയുന്നത് 9500 രൂപയോളം വരും. പക്ഷേ അത് അത്ര തന്നെ വരുള്ളൂ, 5000 താഴെ വരുള്ളൂ. അപ്പോൾ ഇത് ഞാൻ 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന 50 വാട്ട് 25 വാട്ട് പെർ ബൾബാണ്. അപ്പോൾ ഇത് ഓസ്റാമിൻ്റെ ആണ്. ഓസ്റാമിൻ്റെ H4 4200 കെൽവിൻ വരുന്ന ബൾബാണ്. അപ്പോൾ ഇത് ഞാൻ ചൂസ് ചെയ്യാൻ കാരണം ഓസ്റാം എന്ന് പറഞ്ഞൊരു ബിഗ്ഗസ്റ്റ് ലൈറ്റ് മാനുഫാക്ചറാണ്. ഇപ്പോൾ നമ്മൾ മെഴ്സിഡീസ് ആണെങ്കിലും ഔഡി BMW എല്ലാത്തിലും പോയി ലൈറ്റ്സൊക്കെ വരുന്നത് ഓസ്റാമിൻ്റെയാണ്. അതുമല്ല നമ്മുടെ ഇപ്പോൾ ഈ ചെറിയ കമ്പനികൾ ഹോണ്ട, കിയ, ടൊയോട്ട എല്ലാത്തിലും നിങ്ങളിപ്പോൾ ഒരു കാർ ഉണ്ടെങ്കിൽ തന്നെ ആ കാറിൽ ഏതെങ്കിലും ഒരു ബൾബോ അല്ലെങ്കിൽ എന്താണോ നിങ്ങളൊരു ഓസ്റാമിൻ്റെ ബൾബായിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത്രയ്ക്ക് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ബ്രാൻഡാണ്. ആൻഡ് അവരുടെ R&D ഒക്കെ അത്രയ്ക്ക് സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ എന്താണല്ലോ ഇത് മോശം വരാൻ ചാൻസ് ഇല്ല. ഈ ബൾബ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ യൂസ് ചെയ്യുന്ന ബൾബാണ്. ഇത് ഓട്ടോബാൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ ഓട്ടോബാൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ F7 സീരീസ് വരുന്ന 150 വാട്ട് 24,000 ലൂമിൻസ് അവർ ക്ലെയിം ചെയ്യുന്നൊരു ബൾബാണ്. ഇതൊന്നൊരു 2 ഇയർ വാറൻറ്റിയൊക്കെ പറയുന്നുണ്ട്. 150 വാട്ടാണ്. 75 വാട്ട് പെർ ബൾബാണ് വരുന്നത്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഔട്ട്പുട്ട് തരുന്നുണ്ട്. ഇത് ഔട്ട്പുട്ട് തരുന്നെന്ന് മാത്രമല്ല, ഇത് ഓപ്പോസിറ്റ് ട്രാഫിക്കിനെ അധികം ബ്ലൈൻഡ് ചെയ്യുന്നുമില്ല. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഓപ്പോസിറ്റ് ട്രാഫിക്കിൻ്റെ വിഷൻ എന്ന് പറയുന്നത്. അത് കാരണം നമ്മളൊക്കെ റോഡിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഈ ഭയങ്കര ബ്രൈറ്റ് ആണെങ്കിലും കണ്ടിലടിക്കില്ല. ഇത് മര്യാദയ്ക്ക് ഫോക്കസ് ആകാത്ത ലൈറ്റുകൾ ഇട്ട് വണ്ടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ ഓപ്പോസിറ്റ് ട്രാഫിക്കിനെ ഭയങ്കരമായിട്ട് ബാധിക്കുകയാണ്. കാരണം അവർക്ക് കണ്ണ് കാണാൻ പറ്റില്ല, അവരുടെ ജീവൻ അപകടത്തിലാണ്. പിന്നെ അവർ കണ്ടില്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കിട്ട് വന്ന് കയറാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഫോക്കസിങ് കറക്റ്റ് അല്ലാത്ത ബൾബ് ഇട്ട് വണ്ടിയും കൊണ്ട് പുറത്തിറങ്ങുന്നത്. അവർ ചിലപ്പോൾ ഡിമ്മായിരിക്കും അടിക്കുന്നത്, പക്ഷേ അവരുടെ ഡിമ്മല്ല, അത് വെറുതെ ഒരു ബൾബ് ഏതെങ്കിലും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ചൈന സാധനം മേടിച്ച് റിഫ്ലക്ടറിലിട്ട് അതെങ്ങനെയെങ്കിലും വെച്ച് വണ്ടി ഓടിച്ച് വരുന്നവരായിരിക്കും. അപ്പോൾ അവർ ഓർക്കുന്നത് അത് കറക്റ്റ് ആണെന്നാണ്, പക്ഷെ അല്ല, അത് ഭയങ്കര സ്കാറ്റേഡ് ആയിരിക്കും ആ വിഷയം. അതുകൊണ്ട് പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്താലും ചില LED അഡ്ജസ്റ്റ് ആവില്ല. കാരണം അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ അതാവില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈൻ തന്നെയാണ്. കാരണം നമ്മുടെ റിഫ്ലക്ടറുകൾ ഡിസൈൻ ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാലജൻ ബൾബിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഹാലജൻ ബൾബിൻ്റെ ഡിസൈനെ എത്രമാത്രം ഈ LED മിമിക് ചെയ്യുന്നു അത്രയും ബെറ്റർ ആയിരിക്കും റിഫ്ലക്ടറിൽ ഇതിൻ്റെ പെർഫോമൻസ്. കാരണം അതിൻ്റെ ഡിസൈൻ കൊള്ളില്ല എങ്കിൽ ആ LED പെർഫോം ചെയ്യില്ല. അതിൻ്റെ വിഷനൊക്കെ, അതിൻ്റെ ലൈറ്റ് ബീം ത്രോയൊക്കെ സ്കാറ്ററായി പോവും, ഓപ്പോസിറ്റ് ട്രാഫിക്കിനെ ബ്ലൈൻഡ് ചെയ്യും. അത് എന്തുമാത്രം അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഇതിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ബ്രൈറ്റ്, ഡിമ്മ്, ഇത് അത്യാവശ്യം നന്നായിട്ട് R&D ചെയ്തേക്കുന്നതാണ് ഈ ഓട്ടോബാണ്ട. അങ്ങനെയാണ് ഞാൻ അവരുടെ സൈറ്റിലൊക്കെ കയറിയപ്പോഴും കുറേ ഫോറത്തിൽ നിന്നും കുറേ പേഴ്സണൽ ഗ്രൂപ്പിൽ നിന്നൊക്കെ മനസ്സിലാക്കിയത്. അങ്ങനെയാണ് ഞാൻ ഇത് മേടിക്കുന്നത് തന്നെ. അപ്പോൾ ഇത് എൻ്റെ എക്സ്പെക്റ്റേഷൻ തെറ്റിച്ചില്ല. നന്നായിട്ട് എനിക്ക് ലൈറ്റ് തരുന്നുണ്ട്. പഴയ ഞാൻ 90-100 ഹാലജനായിട്ടിരുന്നത്, അതിനേക്കാളൊക്കെ ഭയങ്കര ഫാർ ബെറ്ററാണ്. വാം ലൈറ്റാണ്, അതുകൊണ്ട് മഴയത്തൊന്നും ഒരു പ്രശ്നമില്ല. സോ ഇതാണ് കേട്ടോ ഓസ്റാമിൻ്റെ ബൾബ് വരുന്നത്. ഇത് മെറ്റലാണ്, ഫുൾ മെറ്റലാണ്, ഓട്ടോബാൺ പോലെ തന്നെ. നല്ല ഫിനിഷിംഗ് ആണ്, അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റിയാണ്. ഇതും ഇങ്ങനെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഫുൾ മെറ്റൽ ബോഡി. ആൻഡ് ഡ്രൈവറൊക്കെ പ്ലാസ്റ്റിക്കാണ് കേട്ടോ. ഡ്രൈവർ പ്ലാസ്റ്റിക്കാണ്. ഓട്ടോബാൺ പോലെ ബ്രൈഡഡ് കേബിളൊന്നുമില്ല. H4 കണക്ടർ. പക്ഷെ 50 വാട്ടേ ഉള്ളൂ, അത് തന്നെ മതിയാകും. സോ ഇതാണ് സൈഡ് ബൈ സൈഡ് കമ്പാരിസൺ. ഓസ്റാം കുറച്ചുകൂടെ ചെറുതാണ്, മറ്റേത് കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് വലിയ ഫാനൊക്കെ വേണം. സോ കുറച്ച് വലുപ്പം കൂടുതലാണ്. നമുക്കിനി ഇത് ഫിറ്റ് ചെയ്തിട്ട് ബാക്കി നോക്കാം. ജസ്റ്റ് ഒന്ന് കാണിക്കാനായിട്ട് 2 ബൾബും ഇട്ടിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഇട്ടേക്കുന്നത് ഓസ്റാമാണ്, റൈറ്റ് സൈഡിൽ ഇട്ടേക്കുന്നത് ഓട്ടോബാണാണ്. ഓസ്റാവും കുറച്ചുകൂടി
വൈറ്റ് ഷോണിലേക്കാണ് പോകുന്നത്. വേറെ ഇത് ഇതാണ് കേട്ടോ LED-കളുടെ ഔട്ട്പുട്ട്. ഓട്ടോബൺ കുറച്ചുകൂടെ ഒരു വാം ടോണിലേക്ക് പോകുമ്പോൾ ഓസ്റാം കുറച്ചധികം വൈറ്റാണ്. ബട്ട് ഐ പ്രിഫർ ദ ഓട്ടോബൺസ് വാം ലൈറ്റ് കേട്ടോ. ആൻഡ് ഭയങ്കര അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് കേട്ടോ ഓസ്റാം 50 വാട്ട് എന്നൊക്കെ പറയുമ്പോൾ. ബട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓട്ടോബൺ കുറച്ചുകൂടി ഈവൻലി ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട് സ്ട്രീറ്റ് എല്ലാം. വേറെ ഓസ്റാമിന് കുറച്ചുകൂടി ഡാർക്ക് സ്പോട്ടുകളൊക്കെ ഉണ്ട്. സോ നിങ്ങൾ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നന്നായിട്ട് ഓസ്റാം പെർഫോം ചെയ്തു കേട്ടോ. കാരണം ഇതിൻ്റെ 50 വാട്ട് എന്നുള്ള ഒരു സംഭവം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും സിമിലർ പവർ റേറ്റിങ്ങിലുള്ളതാണെന്നേ പറയുള്ളൂ. അത്രയ്ക്ക് നന്നായിട്ട് ഇത് പെർഫോം ചെയ്തു. ആകെ ഒരു ഡൗൺ സൈഡായിട്ട് എനിക്ക് തോന്നിയത് കുറച്ച് ബ്ലാക്ക് സ്പോട്ടുകളുണ്ട് കമ്പയർഡ് ടു ഓട്ടോബൺ. പിന്നെ കുറച്ചുകൂടി ഒരു വൈറ്റർ ടോണിലേക്കാണ്. ഇത് രണ്ടും 4300-200 കെൽവിനാണ് ഇവർ പറയുന്നത്. പക്ഷേ ഓസ്റാം എനിക്ക് ഫീൽ ചെയ്തത് ഒരു 6000 കെൽവിനോട് അടുത്ത് വരുന്ന പോലെയാണ്. വേറസ് ഓട്ടോബൺ കുറച്ചുകൂടെ ആ കളർ ടോൺ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളൊരു കാഷ്വൽ റോഡ് യൂസറാണ്, നിങ്ങളുടെ ഹാലജനാണ് അപ്ഗ്രേഡ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഭയങ്കര ഡിഫറൻസ് തോന്നും നിങ്ങൾക്ക്. പിന്നെ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം, ഇത് ഭയങ്കര നന്നായിട്ട് ഓൺ കമ്മിങ് ട്രാഫിക്കിനൊക്കെ ഡീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊന്നും ഒട്ടും ബ്ലൈൻഡ് ചെയ്യുന്നില്ല. ഇതിൻ്റെ പാറ്റേൺ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ കാണിച്ചത് ഇവിടെ സ്ക്രീൻഷോട്ട് ഇടാം. ഇതും ഭയങ്കര നല്ല കട്ട് ഓഫ് ലൈനൊക്കെ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അലൈൻ ചെയ്യാനും പറ്റുന്നുണ്ട്. നല്ല വിസിബിലിറ്റിയും തരുന്നുണ്ട്. അതൊക്കെയാണ് പറയാനുള്ളത്. ബെറ്റർ ബൈ ആണ്. ഹാലജൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബെറ്റർ വിസിബിലിറ്റി ഒക്കെ കിട്ടും. സോ ഇഫ് യു വാണ്ട് ജസ്റ്റ് ഗീവ് ഇറ്റ് എ ട്രൈ.